verses, Hebrews chapter 12, verse 1 and 2, very familiar portion of scripture. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ, അതിൽ നിന്നുള്ള ചില കാര്യങ്ങളായിരിക്കും നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. Therefore, we also, since we are surrounded by so great a cloud of witnesses, let us lay aside every weight and the sin which so easily ensnares us, and let us run with endurance the race that is set before us. Verse 2, looking unto Jesus, the author and finisher of our faith, who for the joy that was set before him endured the cross, despised the shame, and sat down at the right hand of the throne of God. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. The title of my message is For the Joy Set Before Him. ഇന്ന് പറയാൻ പോകുന്ന ഈ ദൂതിന്റേതായിട്ടുള്ള തലക്കെട്ട് നമ്മുടെ മുൻപേ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. For the joy that was set before Jesus, he positioned himself in a particular way. So the title is For the Joy That Was Set Before Him. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് കർത്താവ് ക്രൂശ് സഹിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Christian life or our walk with God is compared many times in scripture to a runner running a race. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും തിരുവെഴുത്തുകളില് ഒരു ഓട്ടം ഓടുന്നതിനോട് തുലനം ചെയ്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. It is as if we are running a race that is set before us, and the scripture writer to the Hebrews instructs us that we must run with endurance, run with patience and long suffering. ഈ ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണം എന്നാണ് എഴുത്തുകാരൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. In the book of 1 Corinthians chapter 9 verse 24 to 26 we have a very similar thought which says, do you not know that those who run in a race all run, but one receives the prize? Run in such a way that you may obtain it. Everyone who competes for the prize is temperate in all things. Now they do it to obtain a perishable crown, but we for an imperishable crown. Therefore I run thus, not with uncertainty, thus I fight, not as one who beats in the air. 1 കൊരിന്ത്യർ 9:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ഇതേ ഒരു വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. പൊരുതുന്നവർ കയ്യും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തത് പ്രാപിക്കേണ്ടതിന് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവൻ എന്നവണ്ണം അല്ല ഓടുന്നത്, ആകാശത്ത് കുത്തുന്നത് പോലെയുമല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. We are called to run in such a way that we obtain the prize that God wants to give us. ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, ആ ഒരു പ്രൈസ്, അത് നേടുന്ന വിധത്തിലായിരിക്കണം നാം ഓടേണ്ടത്. We know in the world, in athletics, in competitions that we have, in the races that we have, not everyone competes for a race, but not everyone gets a prize. നമുക്കറിയാം, സാധാരണ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നവർ അവരെല്ലാവരും അതിന്റെ ബിരുദ പ്രാപിക്കുന്നില്ല. ഒരു വ്യക്തിക്കായിരിക്കും അല്ലെങ്കിൽ ചിലർക്കായിരിക്കും അതിനകത്ത് ബിരുദ അവർ പ്രാപിക്കുന്നത്. But the wonderful thing in Christian life or in our walk with God is that everyone who walks with God in the terms and conditions that God sets before them, if they run in the way that God is calling you, then you have surely a reward and a prize that God wants to offer you. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തെ ഓടുന്നു എങ്കിൽ ഈ ബിരുദ പ്രാപിക്കുവാൻ നമുക്കിടയാകുന്നു. So that's why the instruction is run with certainty, run with endurance, run in such a way that you will get what God wants to give it to you. അതുകൊണ്ട് തന്നെ സഹിഷ്ണുതയോടുകൂടെ ഓടുക, അത് വേണ്ടിയവണ്ണം ഈ ഓട്ടം ഓടുക, ചട്ടപ്രകാരം ഈ ഓട്ടം ഓടുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The people, when they get a prize in this world, it's perishable. No matter how costly it is, whether it is gold or diamond or whatever crown or whatever trophies or whatever victories they get, it is all perishable. But God says there is something imperishable, something that is everlasting, something that is long lasting. So beloved, run the race that's set before you. Run this race of Christian life with certainty, with focus, with purpose, with all passion, so that you will obtain the imperishable crown.
25-ാം വാക്യത്തിലെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിലെ കിരീടങ്ങളൊക്കെയും അത് വാടിപ്പോകുന്നതായിട്ടുള്ള കിരീടങ്ങളാണ്, മാറിപ്പോകുന്നതായിട്ടാണ്, ഒരു സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നതാണ്. എന്നാൽ നിത്യത വരെയും നിലനിൽക്കുന്നതായിട്ടുള്ള ആ കിരീടം പ്രാപിക്കേണ്ടതിന് സഹിഷ്ണുതയോടുകൂടെ, വളരെ ഫോക്കസ്ഡ് ആയിട്ട്, വ്യക്തമായ ധാരണയോടുകൂടെ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് There are many things that can stop you from this race. Many things that can distract you from this race. There are certain things which can disqualify you from getting your prize. Therefore, the scripture warns us to run the race with certainty, with focus, with endurance, that we all get the prize that God promises us. ഈ ഓട്ടം ഓടുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് നമ്മെ പുറത്താക്കുന്ന, ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഓട്ടത്തിൽ നമ്മെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇങ്ങനെയുള്ളതായിട്ടുള്ള അനേക കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് തിരുവെഴുത്തുകൾ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, ഈ ഓട്ടം നിങ്ങൾ സ്ഥിരതയോടുകൂടെ ഓടുക എന്ന്. That is why the Spirit of God wants to instruct us. Lay aside everything that causes you to stumble, to be entangled, to be hindered, to be blocked. Every sin that's going to stop you, lay it aside and run looking unto Jesus. എബ്രായ ലേഖനത്തിൽ നാം വായിച്ചതുപോലെ തന്നെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക എന്നുള്ളതായിട്ടുള്ള പ്രബോധനം തിരുവെഴുത്തുകളിൽ. We are called to move away from every distraction of this world, every distraction of the temporariness of our life, of everything that can capture and hold us down on this temporal world, the affections of this world. And we are called to undistractedly look and focus on someone who ran before us. ഈ ലോകപ്രകാരം ഉള്ള പല വിഷയങ്ങള്, പല കാര്യങ്ങള് നമ്മുടെ ശ്രദ്ധയെ മാറ്റുന്നത്, നമ്മെ ഈ ഓട്ടത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ളതായിട്ടുള്ള വിഷയങ്ങള് ഇതിനകത്തു നിന്നൊക്കെയും മാറി സ്ഥിരതയോടുകൂടെ ഓടുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. We are called to run this race looking unto Jesus, the author and the finisher of our faith, who did something, and that's what we're going to see. മാത്രമല്ല, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഈ ഓട്ടം ഓടുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വിഷയത്തിലേക്കാണ് നാം ഇന്ന് പ്രത്യേകം. So we are in a race, we are running, and God says, lay aside everything that can be an obstacle to you, but you are called to focus on Jesus, who is the author and finisher of your faith. ഈ ഓട്ടം ഓടുമ്പോൾ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഈ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടണം എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഓടുക എന്നാണ് ഇവിടെ പറയുന്നത്. So that you can imitate him, you can follow his example, you can walk in his steps, you can keep step with what God wants to show through the life of Jesus, who is the author and the perfecter of our faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ തന്നെ നോക്കി ഈ ഓട്ടം ഓടുക. What did Jesus do? The scripture says he was willing to take any challenge that came against him for the joy that was set before him. He endured the cross. He despised, he ignored the sufferings. He ignored everything that came to him to fulfill the joy that was set before him. യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഒരു വിഷയം അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. So there was something that was set before him which gave him momentum, which gave him acceleration, which gave him to be certain of the race that he was running, which kept him in focus, which kept him determined, because it was a joy that was set before him. യേശുവിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ ഒരു സന്തോഷത്തെ ഓർത്താണ് തന്റെ മുൻപിൽ വന്നിരുന്നതായിട്ടുള്ള മറ്റ് സകല തടസ്സങ്ങളെയും മറികടന്ന് യേശു സ്ഥിരതയോടുകൂടെ മുൻപോട്ട് പോയി ഈ ക്രൂശിനെ സഹിക്കുവാൻ. It was not an easy challenge for the Son of God, the Creator, to become a creation and come and take the place for our sins. It was not easy, it was difficult. That's why the scripture says he endured the cross. It was not easy, it was not a joyful
powerful experience, but he endured the cross. He ignored the shame that came to him because there was something that was kept before him. He was focused on the joy. യേശുവിന്റെ മുൻപിൽ വെച്ചിരുന്ന ഈ ക്രൂശ് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അത് അപമാനം നിറഞ്ഞ ഒരു വിഷയമായിരുന്നു. യേശുവിന് വേദന നിറഞ്ഞ ഒരു വിഷയമായിരുന്നു. എങ്കിലും ഈ ക്രൂശിനെ താൻ സഹിക്കുവാൻ ഇടയായത് തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഈ സന്തോഷത്തെ. Yes, we have all the blessings that God promises to us in the Holy Spirit in Christ Jesus, and we thank God for the blessings that we have. But Christian life may not always be a walk full of happy experiences. We face challenges and we face difficulties, we face sufferings and tribulations and distress and all these things in our Christian walk. ക്രിസ്തീയ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലും ക്രിസ്തുവിലുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുമ്പോൾ തന്നെ എപ്പോഴും അത് സന്തോഷം നിറഞ്ഞതും അനുഗ്രഹങ്ങളും അപ്രകാരമുള്ള ഒരു സുഖകരമായ ജീവിതത്തെ കുറിച്ച് മാത്രം അല്ല ദൈവവചനം നമ്മെ പറയുന്നത്. ക്രിസ്തു നിമിത്തം നാം സഹിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ച് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. The writer to the Hebrews is encouraging the people of God who were going through severe persecution, distress, calamity. They were being tortured, they were being persecuted, their houses were being ransacked. It was chaos. It was difficult to be a witness of Jesus Christ, to stand and say that I'm a Christian and testify before people that you belong to Jesus. It was difficult, but in the context of that, the writer to the Hebrews calls the attention to the joy that was set before Jesus, which caused him to endure the cross and despise the shame. എബ്രായ ലേഖനം എഴുതുമ്പോൾ അവിടെ ദൈവസഭയിലുള്ളവരെ വളരെയധികം കഷ്ടങ്ങളും പീഡനങ്ങളും ക്രിസ്തു നിമിത്തം അവർ വളരെയധികം ബുദ്ധിമുട്ടുകളും സഹിച്ച് പീഡനങ്ങൾ സഹിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സമയത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ അവരുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടത്തിൽ നിന്നും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചു പോകാതെ സ്ഥിരതയോടുകൂടി ഈ ഓട്ടം ഓടണമേ എന്ന് ഓർമ്മിപ്പിച്ച് ക്രിസ്തു തന്റെ മുൻപിൽ വെച്ചിരുന്ന ക്രൂശിനെ എങ്ങനെയാണ് സഹിക്കുവാൻ ഇടയായത്, അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും ഈ കഷ്ടങ്ങളെ നേരിടുന്നത്, ഈ ഓട്ടം ഓടേണ്ടിയത്. ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. He was ridiculed, he was shamed, he was like a lamb that was led to the shearers. He was silent, he went through shame, he went through much insult and mockery. In the midst of everything that was against him, he stood strong because there was a joy that was set before him. കർത്താവ് അനുഭവിച്ചതായിട്ടുള്ള സകല പീഡനത്തിന്റെയും പരിഹാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും അപമാനത്തിന്റെയും മധ്യത്തിൽ തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്താണ് യേശു ഈ ഓട്ടം ഓടുവാനിടയായത്. In the book of Mark chapter 15, Mark portrays the painful process, the difficulties both in the spirit, in the soul and in his body, the pain, the suffering that he had to endure so that he could accomplish what God had purposed for his life. ഇവിടെ പ്രത്യേകം ഇന്ന് നാം വായിക്കുന്ന ഭാഗം മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. അവിടെ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. Mark chapter 15 verse 3, he was taken to the chief priests and they accused him. 15-ന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത് മഹാപുരോഹിതന്മാർ അവനെ ഏറിയൊരു കുറ്റം ചുമത്തി. Then verse 4 and 5, he was before the Pilate and he also began to accuse him and speak against him. But in the midst of all that, Jesus was silent. He did not answer. He was silent like a lamb that was led to the slaughter. 4-ാം വാക്യം 5-ാം വാക്യത്തിൽ പീലാത്തോസിന്റെ മുൻപിൽ കർത്താവിനെ കൊണ്ടുപോയി ചോദ്യങ്ങൾ ചോദിച്ച് എന്തുകൊണ്ടാണ് നീ ഇതിനൊന്നും ഉത്തരം പറയാത്തത് എന്ന് ചോദിക്കുമ്പോഴും യേശു പിന്നെയും ഉത്തരം ഒന്നും പറയായികയാൽ പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. Mark chapter 15 verse 17, the soldiers took Jesus and they clothed him with purple and they twisted a crown of thorns and put it on his head and they began to salute him and say, "Hail, King of the Jews." They struck Jesus on his head with a reed, they spat on him, they bowed before the knee, they worshipped him, they began to mock, they began to insult, they began to ridicule Jesus, saying, "You said you are a king, but you are nothing less than a criminal." They made a public mockery and insult of Jesus. 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും അവർ യേശുവിനെ അപമാനിക്കുകയും യേശുവിനെ അടിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ച് നാം വായിക്കുന്നു. അവനെ രക്താംബരം ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് കിരീടം മെടഞ്ഞ് അവനെ ചൂടിച്ചു, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് വന്ദിച്ചു, കോലുകൊണ്ട് അവന്റെ തലയിൽ അടിച്ചു, അവനെ തുപ്പി മുട്ടുകുത്തി അവനെ നമസ്കരിച്ചു. Even as you go through the verses down this, it gives us a classic
picture of the pain, of the suffering, of the insult, of the shame that Jesus went through. വീണ്ടും താഴോട്ടുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അവിടെ നാം വായിക്കുന്നത്. കർത്താവ് ആ അവസരങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അത് വളരെ അപമാനപ്പെടുന്നതായിട്ടും വേദന സഹിക്കുന്നതുമായിട്ടുമുള്ള അവസരങ്ങളായിരുന്നു. It's wonderful to just go through all these things again and again, even as you begin to see when the writer of the Hebrews says, "Look unto Jesus, the author and perfecter of your faith, who for the joy that was set before him endured the cross, despised the shame, and sat down at the right hand of God." ഈ കാര്യങ്ങൾ നാം വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് യേശുവിന്റെ ക്രൂശീകരണം, ആ വിഷയങ്ങളെക്കുറിച്ച് നാം വീണ്ടും ചിന്തിക്കുവാൻ ഇടയാകുന്നത് ഈ അവസരത്തിൽ അത് എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ നമ്മോട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം എന്ന് പറയുമ്പോൾ ഉടനെ അത് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ. അവന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ക്രൂശിനെ അവൻ അതിനെ അതിജീവിക്കുവാൻ ഇടയായത് അതിനെക്കാട്ടിലുമുള്ള വലിയ സന്തോഷം തന്റെ മുൻപിൽ ഇരിക്കുന്നത് കണ്ടിട്ടാണ്. But what was this joy that was set before Jesus which caused him to face this with triumphant joy? എന്നാൽ യേശുവിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അത് മുഖാന്തരം ഇത്ര ഭയങ്കരമായ ക്രൂശീകരണത്തെ താൻ ഏറ്റെടുക്കുവാനും സഹിക്കുവാനും ഇടയായത്. Because that is what we are called to. Because of the joy that is set before us, we can run with endurance the same race that's set before us, just like it was set before Jesus. യേശുവിന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് ഈ ക്രൂശിന്റെ അപമാനത്തെ താൻ സഹിക്കുവാൻ ഇടയായതുപോലെ തന്നെ നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ സന്തോഷത്തെക്കുറിച്ച് ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. The joy that was set before him was that he could fulfill the Father's will. He could fulfill the Father's heart desire and say, Father, John 17:4 says, Father, I have glorified your name on this earth. I have finished the work that you have called me. That was the joy that was set before him. And therefore, because of that joy that was set before him, he could endure every shame, every problem that came against him. പിതാവിന്റെ ഹിതം അത് അതിൻ്റെതായ പൂർണ്ണതയിൽ അതിനെ ചെയ്തെടുക്കുവാൻ കഴിയുക, അതിനുവേണ്ടി നിൽക്കുവാൻ കഴിയുക, പിതാവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക, ഇതായിരുന്നു യേശുവിന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം. Hebrews 10:7 it speaks about Jesus. Then it is said about Jesus, behold, I have come. In the scriptures it is written of me to do your will, O God. I have come. You've given me a body, O God. You are not satisfied with sacrifices and offerings, but you prepared a body for me so that I can do your will, O God. That was the passionate abandonment of Jesus. The joy that was set before him was fulfilling the Father's pleasure. എബ്രായ ലേഖനം 10:7 ഇങ്ങനെ പറയുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. പിതാവിന്റെ ഹിതം പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു പുത്രന്റെ മുൻപിൽ ഉണ്ടായിരുന്ന സന്തോഷം. Yes, he was going to receive a name that was above every other name. Yes, he was going to be honored. Yes, he was going to get all the honor of heaven. But I believe the joy that was set before him was not just the rewards and the imperishable things that he would get after he endured. And I believe it's the same for us. We have rewards of different categories that God will give us, but that is not exactly the joy that can cause us to be enduring. കർത്താവ് പിതാവിന്റെ ഹിതത്തെ പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു യേശുവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. പല വിഷയങ്ങളും പല ബഹുമാനങ്ങളും അധികാരങ്ങളും ഒക്കെയും സ്വർഗീയ സ്ഥലങ്ങളിൽ കർത്താവിന് ലഭിക്കുവാൻ ഇടയായി തീർന്നുവെങ്കിലും അതിനെക്കാട്ടിലെല്ലാം ഏറ്റവും വലിയ സന്തോഷം യേശുവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് എൻ്റെ പിതാവിന്റെ ഹിതത്തെ പൂർത്തീകരിക്കുവാൻ ഇടയായി തീരുക എന്നുള്ളതായിരുന്നു. What was the Father's will? Revelation 5:9 says they sang a new song, worthy is the Lamb that was slain. He was slain and he was purchased by his blood. People from every nation, from every tribe, from every people, from every language, people. It was the souls of men
people, men and women whom he had created in his image, it was that the value of that the Father's pleasure was in. പിതാവിന്റെ ഹിതത്തെ പൂർത്തീകരിക്കുക, യേശുവിന് അത് ചെയ്തെടുക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് എന്തിനെ കുറിച്ചായിരുന്നു? വെളിപ്പാട് പുസ്തകം 5:9 നാം വായിക്കുന്നത് പോലെ, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രങ്ങളിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആ ഒരു പ്രവൃത്തിയെ പൂർത്തീകരിക്കുവാൻ യേശുവിന് കഴിഞ്ഞതായിരുന്നു യേശുവിന്റെ മുൻപിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സന്തോഷം. ആത്മാക്കളെ നേടുവാൻ കഴിയുക, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വില അത് കൊടുക്കുവാൻ, ആ പ്രവൃത്തി ചെയ്യുവാൻ യേശുവിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. What was the joy? It was to see men and women from every tribe, from every nation, from every language, from every people group come before the throne of the Father and say, Father, you are great, you are wonderful, there is no one else like you. And the Son said, yes, that was the joy which caused him to endure the pain. നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആ ഒരു വലിയ പ്രവൃത്തിയാണ് പിതാവായ ദൈവം പുത്രനെ ഏൽപ്പിച്ചതും. ആ പ്രവൃത്തിയാണ് തന്റെ ക്രൂശ് മരണവും തന്റെ ഉയർത്തെഴുന്നേൽപ്പും മുഖാന്തരം കർത്താവായ യേശുക്രിസ്തുവിനെ തികച്ചെടുത്തു. I pray this day that we will be caught by an urgency of the Holy Spirit of God that God wants to put into each one of us and into the church. പിതാവിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ വാഞ്ച, ഈ വലിയൊരു ഭാരം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും സഭയിലും പരിശുദ്ധാത്മാവിന് നൽകുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 1 Timothy chapter 2 verse 3, 4, 5 we know, for this is good and acceptable in the sight of God, that he does not want anyone to perish but everyone to come to the knowledge of the truth. He wants everyone to be saved and to come to the knowledge of the living God. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. What does it profit if a man gains the whole world and loses his soul? God's value for soul, for a man, for a woman is high. That's the joy that was set before him. He wanted to see people from every nation, from every tribe, from every language come before the throne of God and say, God, you are great and awesome. There is no one else like you. Amen. ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവനും നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അവൻ എന്ത് ലാഭം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ദൈവം അത് ഏറ്റവും അധികം വാഞ്ചിക്കുന്നു. അതിനുവേണ്ടിയാണ് പുത്രൻ ക്രൂശിന്റെ അപമാനം സഹിക്കുവാൻ ഇടയായി തീർന്നത്. സകല ജാതിയിലും സകല വംശത്തിലും സകല ഭാഷയിലും സകല ഗോത്രത്തിലും ഉള്ളവർ അവരെ രക്ഷിക്കപ്പെടണം എന്നുള്ളത് പിതാവിന്റെ ഹിതമായിരിക്കുന്നു. Matthew chapter 18 verse 11 to 14 was a parable that Jesus was telling and talking to his disciples. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങള് അവിടെ യേശു ഒരു ഉപമ പറയുകയാണ്. For the Son of Man has come to save that which was lost. What do you think if a man has 100 sheep and one of them goes astray? Does he not leave the 99 and go to the mountains to seek that one which is straying? And if he should find it, surely I say to you, he rejoices more over that sheep than over the 99 that did not go astray. And verse 14, listen this very carefully. Even so, it is not the will of your Father who is in heaven that one of these little ones should perish. 11-ാം വാക്യം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആട് ഉണ്ട് എന്നിരിക്കട്ടെ, അവയിൽ ഒന്ന് തെറ്റി ഉഴന്നു പോയാൽ തെറ്റിപ്പോയതിനെ മലയിൽ ചെന്ന് തിരിയുന്നില്ലയോ? യെസ്. അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99-ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. Even so, it is not the will of the Father to see anyone perish. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല.
or the greatest job, the greatest occupation, the greatest business that God had called you and me, whatever we may be occupied, is to save souls and to see people come to the saving knowledge of Jesus Christ. That was the joy that was set before him, and he was willing to pay any price to see that accomplished. ഈ ഒരു വലിയ വിഷയത്തിന് വേണ്ടിയാണ്, ദൗത്യത്തിന് വേണ്ടിയാണ് തന്റെ ജനത്തെയും സഭയെയും ദൈവം വിളിക്കുന്നത്. ഓരോ ആത്മാവും അത് രക്ഷ പ്രാപിക്കണം, രക്ഷിക്കപ്പെടണം. അതിൽ ഒരു ചെറിയതുപോലും നഷ്ടപ്പെട്ടു പോകരുത്. അതാണ് പിതാവിന്റെ ഹിതം. The greatest need of this world is not financial help, is not the bless, is not the help and the prosperity that can come to them, but the greatest need of the world is the gospel of Jesus Christ that can make a destiny changing difference in their life. The world is waiting for someone to proclaim the gospel, someone who will value the souls of men and women in this world. ഇന്ന് ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ എന്താണ് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കുറച്ച് സാമ്പത്തികമായ സഹായം അങ്ങ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ വേറെ ഒരു വിധത്തിൽ അവരുടെ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്തിയേക്കാം. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയും അതിൻ്റെതായ പ്രാധാന്യം അതിനകത്ത് ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവരുടെ ആത്മാക്കളെ രക്ഷിക്കപ്പെടുക, സുവിശേഷം അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുവാൻ ഇടയാകുക എന്നുള്ളതാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ. For the joy of seeing people escape the hellfire and come and be along with the Father, that was the joy that caused him to endure the shame and the mockery and the insult of the cross. നിത്യമായ നരകവും എല്ലായ്പ്പോഴും ഒരു നിത്യത മുഴുവനും ദൈവമില്ലാതെ ആ നരകത്തിന്റെ തീയിൽ നിന്നും അവരെ വലിച്ചെടുത്ത് ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്നും തന്റെ പിതാവിന്റെ രാജ്യത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് ഈ ആത്മാക്കളെ കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് കർത്താവ് തന്റെ മുൻപിൽ വെച്ചിരുന്ന ക്രൂശിനെ This day I call you men and women, children alike, males and female, old and young alike, to awaken to the call that God is giving us. Get engaged in saving souls. Get engaged to see what God's heart longs for. ഈ ദിവസം ഞാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും ഒരുപോലെ ആഹ്വാനം ചെയ്യുകയാണ്. ആത്മാക്കളെ രക്ഷിക്കപ്പെടുത്തുക, അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരിക, അവരിലേക്ക് സുവിശേഷം കൊടുക്കുക. ഈ വലിയ ദൗത്യത്തിലേക്ക് നമുക്കെല്ലാവർക്കും ഒരുപോലെ പങ്കാളികളായി തീരുവാൻ There is കഴിയണം. no greater job, no greater occupation, no greater business, no higher calling than to see men and women saved and come to the saving knowledge of Jesus Christ. പുരുഷന്മാരും സ്ത്രീകളും ഈ രക്ഷയുടെ സുവിശേഷത്തെ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നതും അവർ രക്ഷിക്കപ്പെടുന്നതും അത് കാണുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ഒരു വിളി സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. I pray by the Holy Spirit of God this day that by a divine doing, God would awaken our spirits this day as a church, and that we would see the value of a soul just like God puts value on a soul. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാല് ഒരു പ്രാവശ്യം കൂടെ കർത്താവേ, സഭയായി ഞങ്ങളുടെ കണ്ണുകളെ നീ അവിടുന്ന് തുറക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാത്മാവിന്റെ മേൽ നീ കൽപ്പിച്ചിരിക്കുന്ന വിലയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഈ വലിയ ദൗത്യത്തിലേക്ക് കർത്താവെ ഒരു പ്രാവശ്യം കൂടി എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് The പ്രാർത്ഥിക്കുന്നു. book of 1 Corinthians chapter 9, here was Paul who was caught by the heartbeat of God. 1 കൊരിന്ത്യർ 9-ാം അധ്യായം ഇവിടെ വീണ്ടും പൗലോസ് ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കി എഴുതുകയാണ്. 1 Corinthians chapter 9 verse 16, he says, for if I preach the gospel, I have nothing to boast about it. Necessity is laid upon me. Yes, woe to me if I do not preach the gospel. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. Necessity is laid on me. There is a burden that has come upon me. There is a mandate that is upon me. There is a call that has come upon me. I preach, woe to me
if I do not do what God has burdened me. Woe to me if I do not preach the gospel, because I know my preaching the gospel will cause a hell and heaven difference in the life of a person. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യം ഇതാണെന്ന് മനസ്സിലാക്കി പൗലോസ് പറയുകയാണ്, ഈ സുവിശേഷം മറ്റൊരു വ്യക്തിക്ക് ഞാൻ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗവും നരകവും തമ്മിലുള്ള അത്ര വലിയൊരു വ്യത്യാസമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് മുഖാന്തരം സംഭവിക്കുവാനിടയായി I തീരുന്നത്. call young and old alike to get engaged in the call of saving souls and putting value to the souls of men and women. ഒരു ആത്മാവിന്റെ മേൽ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ വില തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റെടുത്ത് ആത്മാക്കളെ തീയിൽ നിന്നും രക്ഷപ്പെടുത്തുക, സുവിശേഷം അവർക്ക് കൊടുക്കുക എന്നുള്ള വലിയ ദൗത്യത്തിലേക്ക് വലിയവരും ചെറിയവരുമായ നാം ഒരുമിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഏർപ്പെടണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കട്ടെ.